BBC-യുടെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇസ്രയേലിൻ്റെ 34 ബന്ധികളെ, അതായത് ഹമാസിൻ്റെ പക്കലുള്ള ഇസ്രയേലിൻ്റെ 34 ബന്ധികൾ മോചിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു സാധ്യത ഇപ്പോൾ തെളിഞ്ഞു വരുന്നു എന്നാണ്. അതായത് വെടിനിർത്തലിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു 34 പേരെ, അതിൻ്റെ ആദ്യ ഘട്ടം എന്ന രീതിയിലാണ് ഈ ഒരു 34 പേരെ ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. ഏകദേശം 10 സ്ത്രീകളും അതുപോലെ തന്നെ 11 പ്രായമായിട്ടുള്ള പുരുഷന്മാരില്ലേ, അതായത് ഏകദേശം ഒരു 50-നും 80-നും പ്രായമുള്ള പുരുഷന്മാരും പിന്നെ ഈ രോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, ഇവരെല്ലാം ഈ ഒരു ലിസ്റ്റിൽ, അതായത് ഈ ഒരു 34 പേരടങ്ങുന്ന ഈ ഒരു ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അതിനിടെ ഗാസയിലെ ഹെൽത്ത് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച മാത്രം ഇസ്രയേൽ നടത്തിയ അറ്റാക്കിൽ ഏകദേശം 100 പേരാണ് മരണമടഞ്ഞിരിക്കുന്നതെന്നാണ്. സീസ് ഫയറിനായിട്ടുള്ള ചർച്ചകൾ, അതായത് വെടിനിർത്തലിനായിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ ദോഹയിൽ വെച്ച് നടക്കുന്നതായിട്ടും വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ഹോസ്റ്റേഴ്സിനെ കൈമാറുന്ന ഈ ഒരു ഡീലില്ലേ, ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ഗസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായിട്ടും പിന്മാറണമെന്ന രീതിയിലാണ് ഈ ഒരു ഹമാസിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ ഇവിടെ റോയിറ്റേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്. അതിനിടെ ഹമാസ് ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ഒരു ഇസ്രയേലി ബന്ധിയുടെ വീഡിയോ ആണ്. അതായത് ഒരു യുവതിയാണ്, അവർക്ക് ഏകദേശം 19 വയസ്സാണ് പ്രായം പറയുന്നത്. അവരുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. അവരുടെ പേരെന്ന് പറയുന്നത് ലാറി അൽബർഗ് എന്നാണ് അവരുടെ പേര്. അതായത് ഒക്ടോബർ 7-ന് ഹമാസ് ബന്ധികളാക്കിയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ഈ ലാറി അൽബർഗ് എന്ന് പറയുന്നത്. ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിൽ നിന്നുകൊണ്ടാണ് ഈ ലാറി അൽബർഗ് ഈ വീഡിയോ സന്ദേശം അയച്ചിരിക്കുന്നത്. അതിൽ ലാറി അൽബർഗ് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങളുടെ മോചനം ഏറ്റവും പ്രധാനമായി കണ്ട് അത് പെട്ടെന്ന് തന്നെ നടത്തണം എന്ന രീതിയിലാണ് ലാറി അൽബർഗ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിനുവേണ്ടിയുള്ള, അതായത് ഈ ഒരു മോചനത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇനി എടുക്കേണ്ടത് എന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ ആ ഒരു യുവതി പറഞ്ഞു വയ്ക്കുന്നത്. മറ്റൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപും അതായത് ഇനിയിപ്പം അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള മെലനിയും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു പിക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു വിസിറ്റ് ആയിരുന്നു. എന്നാൽ ഇതിന് ചെറിയൊരു രാഷ്ട്രീയ പ്രാധാന്യവും ചിലർ കാണുന്നുണ്ട്. അത് ഇറാനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. അതായത് ഇവർ കണ്ടുമുട്ടിയത് ഫ്ലോറിഡയിലെ മാലാ ലാഗോ എസ്റ്റേറ്റിൽ വെച്ചാണ് ഇവർ കണ്ടുമുട്ടിയത്. അതായത് ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ഇറാനിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അതിന് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഇറാനിയൻ ബിസിനസ്മാനെ ഇറ്റലിയും അറസ്റ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെതിരെ ഒരു അറസ്റ്റ് വാറൻറ്റ് നിലനിന്നിരുന്നു. അതായത് ഈ അമേരിക്കയുടെ ഒരു അറസ്റ്റ് വാറൻറ്റ് നിലനിന്നതിനാൽ ഇറ്റലിയിൽ വെച്ച് ഈ ബിസിനസ്മാനെ, അതായത് ഇറാൻ്റെ ബിസിനസ്മാനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. സോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഒരു മീറ്റിങ്ങിൽ അവർ ചർച്ച ചെയ്തേക്കാം. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലോകത്ത് നടക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ. സോ അടുത്ത പ്രാവശ്യം കാണാം. നമസ്കാരം.